ിലേക്ക് കടക്കുമ്പോൾ വി ശിവൻകുട്ടി മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതായത് ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ലീഗ് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് അവർ ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല ഏകാധിപത്യ നയങ്ങളെ അവർ ചെറുക്കുകയാണ്. ഇപ്പോൾ കാശ്മീരിന്റെ പ്രത്യേക പദവിയുടെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രശ്നത്തിലായിരുന്നതിലൊക്കെ തന്നെ ലീഗ് ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉറച്ചൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. ഇപ്പോ ഏക സിവിൽ കോഡ് തന്നെ രാജ്യത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ മണിപ്പൂരിന്റെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 40ാം അനുച്ഛേദത്തിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നിർബന്ധപൂർവ്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി അത് പറയുന്നില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സമൂഹവും സാംസ്കാരികമായി ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ പാകപ്പെടുന്ന ഒരു അവസരത്തിൽ മാത്രമേ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നാളുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു സമിതി, ആ സമിതിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഒരു കാരണവശാലും ഏക സിവിൽ കോഡ് പട്ടികവർഗ വിഭാഗം നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മതേതരത്വത്തിന് പേരുകെട്ടതാണ്, അതുപോലെ ഫെഡറൽ സംവിധാനത്തിന് പേരുകെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഉടനെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളവരും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക അജണ്ടയാണ് കേന്ദ്ര ഗവൺമെന്റ് അജണ്ട എന്ന് പറഞ്ഞാൽ. ആ അജണ്ടയിൽ എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ തകർക്കുക എന്നുള്ള അജണ്ട ഉണ്ടല്ലോ. അല്ലെങ്കിൽ മണിപ്പൂർ കലാപം എത്രയോ ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമം നടത്താമായിരുന്നു. അപ്പം കേന്ദ്ര BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ അവരുടെ ശത്രുക്കളാണ്. അതിന്റെ ചരിത്രം ഞാനിപ്പം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു ഉറച്ച നിലപാടെടുക്കുന്നില്ലല്ലോ. അവരുടെ മൃദുത്വ സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളിലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ പൗരത്വ നിയമ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഏക സിവിൽ കോഡിന്റെ പ്രശ്നത്തിലും ലീഗ് അങ്ങനെ ഇന്നത്തെ മീറ്റിംഗിൽ അവർ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവർ കൂടി രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ വിഷയം ശക്തമായി തന്നെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് CPMന്റെ അഭിപ്രായം. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളിതിൽ എന്ത് രാഷ്ട്രീയമല്ലേ? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. രാഷ്ട്രീയത്തിൽ നിന്നാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉയർത്തി വരുന്നത്. മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. ആ കാര്യം ഞങ്ങൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. മുന്നണിക്ക് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ലീഗിനോട് ഞങ്ങൾക്ക് ലീഗിനെ തൊട്ടുകൂടാന്ന് എന്നൊന്നും ഉള്ള ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടല്ലോ. പൗരത്വ നിയമ ഭേദഗതിയിൽ ഒരുമിച്ചൊരു വേദി പങ്കിട്ടുകൊണ്ടാണ് ഞങ്ങൾ അത് എതിർക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് ഞങ്ങൾ ഇന്നും പറയുന്നത് ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ BJPക്ക് വലിയ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് അത് കണ്ടു. ഇന്നിപ്പോ മഹാരാഷ്ട്രയിൽ കാണിച്ചിട്ടുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ എതിർക്കുകയാണ്. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് BJP. അപ്പോൾ ആ സമയത്ത് ജനാധിപത്യ പാർട്ടികളൊക്കെ തന്നെ യോജിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ യോജിപ്പിന് ലീഗ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളുടെയും അവരുടെ സ്ഥിതി വളരെ ദുർബലമാണല്ലോ. അപ്പൊ എന്നതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശക്തമായി അവരിലെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടേണ്ടത്. അതിനൊന്നും അവർ തയ്യാറാവുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ അഭിപ്രായം അങ്ങനെയൊന്നും വ്യതിചലിച്ചിട്ടില്ലെന്ന് ആ രേഖ വായിക്കുന്നവർക്ക് മനസ്സിലാവും. വെറുതെ ആരോപണം മാത്രമാണ്. അല്ല, ആ രേഖ വായിച്ചവർ മനസ്സിലാക്കട്ടെ, രേഖ വെച്ച് പറയട്ടെ. എന്റെ ആ രേഖയുണ്ട്. അറക്കൽ ബില്ലിയെ കെട്ടാൻ അരസമ്മതം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈ ലീഗ് CPM ബന്ധത്തെക്കുറിച്ച് പരിഹസിച്ചൊരു
പ്രതിപക്ഷ നേതാവിന് എല്ലാ ദിവസവും പത്രക്കാർ കാണണം. അതിന് വിഷയമാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഏക വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുള്ള CPM-ന്റെ ക്ഷണം ലീഗിനെ ക്ഷണിച്ചുകൊണ്ടുള്ള CPM-ന്റെ ആ ഒരു നിലപാടിനെ ന്യായീകരിക്കുകയായിരുന്നു മന്ത്രി. അതേസമയം കോൺഗ്രസിനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിൽ കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്.